ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ദോഷമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ശനി കണ്ടകനാണ്, അതുപോലെ അത് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ രാഹുവുണ്ട്, 2ാം ഭാവത്തിൽ കേതുവുണ്ട്. 9ൽ സഞ്ചരിക്കുന്ന വ്യാഴം മാത്രമാണ് അല്പമെങ്കിലും അനുകൂലമായി ഇവർക്ക് നിൽക്കുന്നത്. അപ്പോൾ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചോളം അഷ്ടമത്തിലെ രാഹു എന്നൊക്കെ പറയുന്നത് സംശയത്തിൻ്റെ മുൾമുനയിൽ അവരെ നിർത്തും. പ്രത്യേകിച്ചും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത, വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്നാൽ ഈ ആഴ്ചത്തെ ഫലം ചന്ദ്രൻ്റെ നിലപാടുകൾ കൂടി നോക്കുമ്പോൾ ആഴ്ചയിലെ ആദ്യത്തെ 2 ദിവസങ്ങൾ, അത് കഴിഞ്ഞുള്ള 3 ദിവസങ്ങളും ഏകദേശം 4-4.5 ദിവസത്തോളം ഇവർക്ക് സാമ്പത്തികമായ ഗുണവും തങ്ങളുടെ കർമ്മമേഖലയിൽ വിജയവും കാണുന്നു. ചിലപ്പോൾ ഈ പ്രതിസന്ധികളും അതുപോലെ തന്നെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം തൊഴിൽ മേഖലയിൽ ഇവർ ഒട്ടും തന്നെ മോശക്കാരാകുന്നില്ല എന്നതാണ് സത്യം. സാമ്പത്തികമായ ഗുണവും അതുകൊണ്ടുണ്ടാകുന്നു. ആഴ്ചയുടെ ആദ്യത്തെ 5 ദിവസങ്ങൾ സാമ്പത്തികമായി നല്ല മേന്മ കാണുന്നു. അവസാനത്തെ 2-2.5 ദിവസങ്ങൾ മാത്രമാണ് അധിക ചിലവിൻ്റെയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യത്തിൽ ഏതെങ്കിലും ആലസ്യമോ ഉണ്ടാകുന്നത്. പൊതുവെ ഗുണം തന്നെയാണ് ഈ ആഴ്ചയിൽ. ശ്രദ്ധിക്കേണ്ടത് തങ്ങൾക്കുണ്ടാകുന്ന ശാരീരികമായ അവശത, അതല്ലെങ്കിൽ ഏതെങ്കിലും അണുബാധ, അതുമല്ല വിഷം ഉൾപ്പെടെയുള്ള ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ ജലത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള അണുബാധയോ അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സംശയദൃഷ്ടിയോടെ താങ്കളുടെ പ്രവൃത്തികളെ മറ്റുള്ളവർ വീക്ഷിച്ചേക്കാം. പക്ഷേ അതിലൊന്നും തന്നെ ആകുലപ്പെടേണ്ടതില്ല. കാരണം 9ൽ വ്യാഴം വളരെ ബലവാനായിട്ട് നിൽക്കുന്നു, അതും 5ാം ഭാവാധിപനാണ്. അതുകൊണ്ട് പൂർവ്വപുണ്യത്തിൻ്റെ അനുഗ്രഹം, ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. അത് മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 23, 24 ഗുണമുള്ള ദിവസങ്ങളാണ്.